ശ്രീമതി രമ്യ ഹരിദാസ്, ഈ മുതലപ്പൊഴി ഒരു സ്ഥിരമായ അപകടത്തുരുത്താണ്. ഇപ്പോൾ താങ്കൾക്ക് പുതുതായി തന്നെ ആ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്നെ അത്ര പരിചിതമായൊരു മേഖലയായിരിക്കില്ല. പക്ഷേ മുതലപ്പൊഴി ഒരു സ്ഥിരം അപകടത്തുരുത്താണ്. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു വെല്ലുവിളി ഉണ്ടാവും തന്നെ അത് സംബന്ധിച്ചുണ്ടാകുന്ന ആശങ്കകൾ ഒഴിവാക്കുക എന്നതാവാം. ഈ അപകടം ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടി എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് നമുക്ക് മുതലപ്പൊഴിയിൽ ഇടപെടാനാവുക? ഇപ്പം നമുക്കറിയാലോ, നേരത്തെ തന്നെ ഈ മുതലപ്പൊഴിയിൽ 89 പേരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കടലിന്റെ മക്കളുടെ മുതലപ്പൊഴിയിൽ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് വലിയ വേദനയോടുകൂടി, ദുഃഖത്തോടുകൂടി ഒരു കുടുംബത്തിന്റെ അത്താണിയായിരിക്കുന്ന ഒരു പയ്യന്റെ 2 ചെറുപ്പക്കാരാണ് ആ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ തീരദേശ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്. പക്ഷെ മുതലപ്പൊഴിയിൽ ഈ സർക്കാർ വന്നതിന് ശേഷം ഏകദേശം ജൂൺ ജൂലൈ 2 മാസമായല്ലോ. ഇതിനോടകം തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ, അതായത് ഫിഷറീസ് മിനിസ്റ്ററും അതോടൊപ്പം തന്നെ തീരദേശവും കായലും കൂടി ചേരുന്നതുകൊണ്ട് ഇറിഗേഷൻ മിനിസ്റ്ററും 2 മിനിസ്റ്റർമാരും നേരിട്ട് സന്ദർശിക്കുകയും CWPRSന്റെ പ്രതിനിധികൾ വീണ്ടും വരികയും അവിടെ എന്തെങ്കിലും അശാസ്ത്രീയത ആ നിർമ്മാണത്തിൽ ഉണ്ട് എന്ന് ജനങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ അവരെല്ലാം വന്ന് ആ അശാസ്ത്രീയത പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും അടിയന്തരമായിട്ട് ഇടപെടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സാർ നേതൃത്വത്തിൽ നിർദ്ദേശം കൊണ്ട് 2 ഡിപ്പാർട്ട്മെന്റുകളുടെയും സംയുക്ത യോഗം ഇതിനോടകം തന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പൊഴിയുടെ പ്രദേശത്തുള്ള പ്രവൃത്തികൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുക എന്നുള്ളതും അവിടെ അടിഞ്ഞുകൂടുന്ന മണ്ണും മണലും എടുത്തു മാറ്റാത്തത് വ്യാപകമായിരിക്കുന്ന ഒരു പരാതി മുൻകാലങ്ങളിലേ ഉണ്ടായിട്ടുണ്ട്, ആക്ഷേപങ്ങൾ. അപ്പം ഇപ്പോഴത്തെ സർക്കാർ ഈ 2 പ്രവർത്തനത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. വരാൻ പോകുന്ന നാളുകളിൽ ഇനി ഒരു അപകടം ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഇപ്പൊ പെട്ടെന്നുണ്ടായിരിക്കുന്ന രൂക്ഷമായിരിക്കുന്ന ഈ കാലാവസ്ഥാ സമയങ്ങളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് അവർക്ക് കാലത്തെ മുൻകൂട്ടി നേരത്തെ തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടപടികളും എടുത്തിട്ടുമുണ്ട്. പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അടക്കം അവഗണിക്കപ്പെടുന്നത് അപകടത്തിന് ഇടയാക്കുന്നു. പ്രത്യേകിച്ച് ഈ മുതലപ്പൊഴി ഒരു അപകടത്തുരുത്താണ്. കാരണം കായൽ മേഖലയിൽ നിന്നും, ബോട്ട് ലാൻഡിംഗ് സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ വള്ളങ്ങൾ നിർത്തുന്ന ഇടത്തു നിന്നും കടലിലേക്ക് പ്രവേശിക്കുന്ന ആ അഴിമുഖത്താണ് ഈ പ്രതിസന്ധി ഉണ്ടാവുന്നത്. കടൽ തിര ഇങ്ങോട്ട് തെറിച്ചു വരികയാണ്. അപ്പോൾ ഇത്തരം അപകട ഇടങ്ങളിൽ പലപ്പോഴും മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ആളുകൾ പോകുന്നതും പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. ശരിയാണോ? അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഇപ്പോ ഇന്നലെ കാലത്തൊരു 7 മണി മുതൽ വൈകിട്ട് ഒരു 6:30 മണി വരെ ഞങ്ങള് ഇവിടെ തെരച്ചിൽ നടത്തുന്ന പ്രദേശത്ത് നിന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ സമയത്ത് പോലും ആ പൊഴിയിൽ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായിരിക്കുന്ന കടൽക്ഷോഭം തെരച്ചിലിന് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം കോസ്റ്റൽ CIയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇപ്പം എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, നമ്മുടെ വിഴിഞ്ഞം ഭാഗത്തു നിന്നും ഒരുപാട് പേരെ കാണാതായി എന്നുള്ള ഇന്നലെ സംസാരം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കുറെ ബോട്ടുകൾ പുറത്തു പോയവരത് എത്ര എണ്ണം തിരിച്ചു വന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇന്നലെ ഈ രാവിലെയും മുതൽ വൈകുന്നേരം വരെ ഉള്ളതിൽ. കാരണം കുറച്ചു പേരൊക്കെ മുതലപ്പൊഴിയിൽ നിന്ന് പോയവര് വിഴിഞ്ഞത്തും കൊല്ലത്തും ഒക്കെ ആയിട്ട് പോയിട്ട് ചെന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പോയിരിക്കുന്ന ബോട്ടുകളൊക്കെ ഈ അറിയിപ്പ് കിട്ടുന്നതിന് മുൻപാണോ പോയത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇനി ഈ അറിയിപ്പ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാമെന്നുള്ളത് ബന്ധപ്പെട്ട വകുപ്പിന്റെ മന്ത്രി, ഫിഷറീസ് മിനിസ്റ്റർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു വീഴ്ച ഇല്ലാത്ത രീതിയിലേക്ക്, കാരണം കൃത്യമായിട്ടുള്ള അറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇന്നലെ CPIയും മറ്റും അത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുമുണ്ട്. കാരണം രാത്രി 11 വരെ റെഡ് അലർട്ട് എന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല, അതിനുശേഷമാണ് ഉണ്ടാകുന്നത്. കാലാവസ്ഥയാണ്, പൊടുന്നനെ മാറ്റമുണ്ടാകാം. പക്ഷേ സാങ്കേതികവിദ്യയൊക്കെ ഇത്രയും വളർന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ഏറ്റവും അപകടകരമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. അവർക്ക് വളരെ മുമ്പ് തന്നെ അറിയിപ്പുകൾ കൊടുക്കാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ ഒരു പുരോഗമന സമൂഹത്തിൻ്റെ വലിയൊരു പിഴവ് കൂടിയായത് മാറുകയാണ്. അങ്ങനെയും കൂടിയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ അറിയിപ്പ് കിട്ടുന്നതിന് കാരണം ഓരോ കാലാവസ്ഥ അനുകൂലമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ ജീവിച്ച് അവിടെ വളർന്ന ആളുകളായിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഈ കാലാവസ്ഥ അനുകൂലമായി എന്ന് തോന്നുമ്പോഴാണല്ലോ അവരുടെ ജീവിത വരുമാനത്തിന് വേണ്ടിയിട്ട്
അവര് കടലിലേക്ക് പോകുന്നത്. അപ്പൊ ആ പോകുന്നതിന് മുൻപാണോ ഈ അറിയിപ്പ് കൊടുത്തത്, അതല്ല അവര് കടലിലേക്ക് പോയതിന് ശേഷമാണോ ഈ അറിയിപ്പ് കൊടുത്തത് എന്നുള്ളതിനകത്ത് ഒരു വ്യക്തതയില്ല. നമ്മളത് അന്വേഷിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഈ സാങ്കേതിക വിദ്യ ഇത്രയധികം വികസിച്ച കാലഘട്ടങ്ങളിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. മാധ്യമങ്ങളിലൂടെ അറിയിക്കാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അറിയിക്കാം, അതേപോലെ അനൗൺസ്മെന്റുകൾ പോലെയുള്ളതിലൊക്കെ അറിയിക്കാം. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാം എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. പിന്നെ ഇനി അത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയോ അല്ലെങ്കിൽ ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ നിങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെഡ് അലർട്ടുകളും യെല്ലോ അതേപോലെ തന്നെ ഗ്രീൻ ഒക്കെ വരുന്ന സ്ഥലങ്ങൾ നിങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ ഇനിയും ഏതെങ്കിലും മേഖലയിൽ എത്താത്തതോ, അതാ ഞാൻ പറഞ്ഞത്. ഇവര് ഒരുപക്ഷെ നെറ്റ്വർക്ക് പുറം കടലിലേക്ക് പോയാൽ നെറ്റ്വർക്ക് കിട്ടാതെ വരുമ്പോ ഈ വാട്സാപ്പ് സന്ദേശം അറിയാൻ കഴിയില്ലല്ലോ. അപ്പൊ ആ സന്ദേശം വരുന്നതിന് മുൻപേ ഇവര് കടലിലേക്ക് പോയോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അതല്ല ഈ അറിയിപ്പ് കിട്ടിയിട്ടും പോയവരാണോ അല്ലെങ്കിൽ ഇത് നോക്കാനോ ഇതറിയാത്ത ആളുകളാണോ എന്നുള്ളതും നമുക്ക് നോക്കണം. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിനറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളുടെയും ജനപ്രതിനിധികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ ഗ്രൂപ്പുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിനൊരു പരിഹാരം കാണേണ്ടതാണ്. ശരി, ഇപ്പോൾ ഒരാളെയും കൂടെ കിട്ടാനുണ്ടല്ലോ, ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇവിടം വരെ പുരോഗമിക്കുന്നുണ്ട്. എന്ത് സംവിധാനമാണ് ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ? ഇപ്പം കടല് വളരെ റഷ് ആയതുകൊണ്ട് ഇപ്പൊ ഇന്നലെയൊക്കെ അവര് എല്ലാ മേഖലയിലും ഇപ്പൊ ഇന്ന് ഒരു ആളിനെ കണ്ടെത്തി എന്ന് പറയുന്ന സ്ഥലം വരെ ഇന്നലെ കോസ്റ്റ് ഗാർഡിന്റെ ടീം അന്വേഷിച്ചതാണ്. അതേപോലെ തന്നെ മറൈന്റെ ആംബുലൻസ് ടീമും ഇന്നലെ അന്വേഷിച്ചാണ്. പക്ഷെ അവർക്ക് തന്നെ നമുക്ക് തന്നെ അവരെ കാണാൻ സാധിക്കുന്നു. അവര് കുറെ ദൂരങ്ങളിലായിട്ടാണ്. കാരണം ഈ കടൽ വലിയ റഷ് ആയതുകൊണ്ട് അന്വേഷിക്കുന്ന സമയത്ത് അത്ര ദ്രുതഗതിയിൽ ചെയ്യാൻ അവർക്ക് മൂവ് ചെയ്യാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നും പരിശോധന അവിടെ നടത്തുന്നുണ്ട്. ഇന്നിപ്പം പള്ളിത്തുറ ഭാഗത്തേക്കാണ് ഈ ഒരാളിനെ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്നത്. അപ്പം ഒരാളിനെ കൂടി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ അത് ഈ മുതലപ്പൊഴിയുമായി കുറച്ച് ദൂരത്ത് നിന്നിട്ടാണ്. അപ്പം ആ പ്രദേശങ്ങളിൽ ഇപ്പൊ അന്വേഷണം രാവിലെ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരി, വളരെ നന്ദി. രമ്യ ഹരിദാസ് MLA ആണ് കാര്യങ്ങൾ വിശദീകരിച്ചു. എന്തായാലും അവിടെ എന്ത് പിഴവുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കുമെന്ന ഉറപ്പ് കൂടിയാണ് MLA പങ്കുവയ്ക്കുന്നത്. വളരെ നന്ദി. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, MLA ഒക്കെ പങ്കുവച്ചതുപോലെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന്, മുന്നറിയിപ്പിൽ പിഴവുണ്ടോ എന്നത് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അത് ഇന്നലെ ചില ആക്ഷേപങ്ങളായി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. രണ്ട്, മത്സ്യത്തൊഴിലാളികൾ ഇത് അവഗണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരിലേക്ക് ഇത് എത്തുന്നില്ലയോ എന്ന വിഷയവും കൂടിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.